എന്ന് വിചാരിച്ചാണ്. ശ്രീ എം സ്വരാജ്, ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ ഘടകം നമുക്ക് കണക്കിലെടുത്തേ പറ്റൂ. പക്ഷേ അപ്പോഴും നാടാകെ ഈ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് സർക്കാരിൻ്റെ വിധിയെഴുത്താകുമെന്ന് LDF, അങ്ങനെയല്ല ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അതിനപ്പുറത്തുമായി സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളുമായി പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ഒക്കെ നിൽക്കുന്നൊരു പരിസരമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 ദിവസങ്ങളായി ബൂത്തിലെത്തുമ്പോൾ എന്തോർക്കുമെന്ന് ജനം തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താകുമെന്നാണ് LDF ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുന്നത്? ഇവിടെ ബഹുമാന്യായ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിലെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അവസാനം പറഞ്ഞത് വളരെ അത്ഭുതകരമായ വിധത്തിൽ അസംബന്ധം അനർഗളമായിട്ട് അവർ സംസാരിക്കുകയാണ്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. മറുപടി പോലും അർഹിക്കാത്ത വിമർശനങ്ങളും യാതൊരു അതിരുമില്ലാത്ത അവകാശവാദവുമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും അവർക്ക് ബോധ്യമാകും എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പും കൊല്ലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ കണ്ടതാണല്ലോ അതിൻ്റെ ഫലം. താങ്കളുടെ ചോദ്യത്തിന് മാത്രം ഞാൻ പ്രതികരിക്കാം. അതിൽ ഞാൻ നേരിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡരികിലുള്ള ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നതിനിടയിൽ ചായക്കടക്കാരനായ നാട്ടുമ്പുറത്തുകാരനോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുശലാന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ആ നാട്ടുമ്പുറത്തുകാരൻ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ: പട്ടിണി കിട്ടില്ലല്ലോ സാറേ എന്ന്. കൊറോണ കൊണ്ട് ലോകം മുഴുവൻ തകർന്നടിയുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ സർക്കാർ ഞങ്ങളെ പട്ടിണി കിട്ടില്ലല്ലോ എന്നാണ് അത്രേ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, 1400 രൂപയാണ് സാറേ ഇപ്പോൾ പെൻഷൻ. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ കുടിശ്ശികയില്ല. ഇതാണ് ഒരു നാട്ടുപുറത്തെ സാധാരണക്കാരൻ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ടൊരു പ്രതികരണമല്ല. ഇപ്പോൾ പെൻഷനെക്കുറിച്ച് എന്തോ കോൺഗ്രസ് വക്താവ് പറയാൻ ശ്രമിച്ചു. അവർക്ക് പറയാനുള്ള സാവകാശവും സമയവും ദയവായി അവതാരകൻ കൊടുക്കണം. എന്നിട്ട് ആ പെൻഷനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കുകയും വേണം ഈ ചർച്ചയിൽ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറയുന്നത്, ഈ 4.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ NDA ഗവൺമെന്റിന്റെ ഭരണം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അവിടുത്തെ ഭരണം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം സ്വാഭാവികമായും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ചർച്ച ചെയ്യും, ജനങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടും. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്തെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നതെന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയും ഒരു ഘടകമായി മാറും. ഇതെല്ലാം ഘടകമായി മാറുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം പരിശോധിച്ച് തന്നെയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസവും നല്ല ശുഭപ്രതീക്ഷയുമാണുള്ളത്. ഈ കേരളത്തിൽ ജീവിക്കുന്ന സ്ഥിരബുദ്ധിയുള്ള ഏതൊരാളും ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഞാൻ എതിർക്കുന്നവരെ സ്ഥിരബുദ്ധിയില്ല എന്ന് ആക്ഷേപിച്ചല്ല, രാഷ്ട്രീയ കാരണം കൊണ്ട് എതിർക്കാം. രാഷ്ട്രീയ കാരണം കൊണ്ട് എതിർക്കുന്നവരുണ്ടാവും, അതിനെ ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ, ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ഗുണം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ശ്രീ PC ജോർജ്, ഇപ്പോൾ ശ്രീ സ്വരാജ് പറഞ്ഞു നിർത്തിയ സ്ഥിരബുദ്ധിയുള്ളവർക്ക് എടുക്കാൻ ഒരു തീരുമാനമേ ഉള്ളൂ. രാഷ്ട്രീയമായി അതിന്റെ മറുവശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഏത് തരത്തിൽ? തീർച്ചയായും ഞാൻ കരുതുന്നത് മറ്റ് 2 അതിഥികളും പറഞ്ഞതിനോടുകൂടി പ്രതികരിച്ചങ്ങ് പോകാമെന്ന് കരുതുന്നു. ബഹുമാന്യനായ ജനപക്ഷത്തിൻ്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അങ്ങ് ഒന്നായാൽ പോരെ എന്നുള്ളത്. അത്തരത്തിലുള്ള വിമർശനം സാധാരണ BJP ഭാഗത്തു നിന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അദ്ദേഹം വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെല്ലാം പകലുപോലെ കേരളത്തിലും ഇന്ത്യയിലും വ്യക്തമായിട്ടുള്ളതാണ്. അത് വിശദീകരിച്ച് ഞാനിപ്പോൾ ഇവിടെ സമയം കളയുന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സിവിൽ സർവീസ് ഓഫീസറുടെ പേരിലുള്ള ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറിമാരൊക്കെ ഒരുപാട് ഇതിനു മുൻപും ആരോപണ വിധേയരായിട്ടുണ്ട്. ചിലരുടെ പേരിൽ കേസ് വന്നിട്ടുണ്ട്, ചിലർ രാജിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. തെറ്റായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുക എന്നതാണ് നമ്മുടെ രാജ്യം ഇതിനു മുൻപ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗം. അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും മറുപടി പറയേണ്ട സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാനത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പിന്നെ ഇപ്പോൾ മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ആളാണെന്ന് പറഞ്ഞു.
അപ്പോൾ അടുപ്പമുള്ള ആളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയണോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം കണ്ടെത്തുകയോ തെളിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോളൂ. അതിനു മുൻപ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വിധി കൽപ്പിക്കാൻ നമുക്ക് അധികാരമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞതിനോട് പറയുന്നില്ല. ഇവിടെ BJP പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയോടും നന്ദി പറയണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ സൗജന്യ കിറ്റ് നൽകുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ആ നിധിയിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുതെന്നാണ് UDFന്റെ ഒരു MLA-യും ഒരു MP-യും പരസ്യമായി ആഹ്വാനം ചെയ്തത്. അത് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും സഹായത്തോടു കൂടിയല്ല. ആ നന്ദി പ്രകടിപ്പിക്കേണ്ടിടത്ത് തന്നെ ജനം പ്രകടിപ്പിക്കും എന്ന കാര്യം മാത്രമേ ഞാനതിൽ പറയുന്നുള്ളൂ. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് നന്ദി പ്രകടിപ്പിക്കണമെങ്കിൽ ഇന്നലെ ഇപ്പോൾ പാചകവാതത്തിന് 50 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ കൂട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സബ്സിഡിയുള്ള സിലിണ്ടറുകൾക്ക് 50 രൂപ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണോ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? പെട്രോളിനും ഡീസലിനും വില അടിക്കടി വർദ്ധിപ്പിക്കുന്നതിനാണോ? ഇതൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. പ്രളയകാലത്ത് നമുക്ക് അരി തന്നു. അരിയുടെ കാശാ ചോദിച്ചത് ഇല്ലേ? ആ സമയത്ത് നമുക്ക് കിട്ടാൻ ഇടയുള്ള സഹായങ്ങൾ തടഞ്ഞതും ഇതേ കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ അതിനൊക്കെ കണക്ക് തീർക്കുന്നതായി കൂടി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇനിയിപ്പോ ഞാൻ ആ കാര്യത്തിൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ബഹുമാനിയായ കോൺഗ്രസ് നേതാവ്, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്തോ തെറ്റായിട്ടത് ധരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ജനപക്ഷത്തിന്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ നിങ്ങളെ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു പ്രയോഗം എന്ന രൂപത്തിൽ പറഞ്ഞാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രാഷ്ട്രീയമായ വിയോജിപ്പുകൾ കൊണ്ട് എതിർപ്പുള്ളവരുണ്ടാവാം, അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിമർശനമായിട്ടോ ആക്ഷേപമായിട്ടോ ദയവായിട്ട് കണക്കാക്കരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ കള്ളം, പച്ചക്കള്ളം, നുണ തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അടിസ്ഥാനരഹിതവുമാണ്. ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച് മാത്രം 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ എന്നെ ദയവായിട്ട് അനുവദിക്കണം. അതിൽ ഒരു കാര്യം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ ദയവായിട്ടൊന്ന് പരിശോധിക്കണം. ആ പ്രകടന പത്രികയിൽ വയോജന ക്ഷേമത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കും എന്നായിരുന്നു. ഇപ്പോൾ എത്രയാണ് പെൻഷൻ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി ഈ പെൻഷനുകളുടെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഞാൻ വളരെ വേഗം പറഞ്ഞു പോകാം. 980-ലാണ് കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി ആരംഭിച്ചത്. 45 രൂപയായിരുന്നു 80-ൽ നായനാർ ഗവൺമെന്റ്. അന്ന് ഞാൻ ഇത് പറയാൻ കാരണം, അന്ന് കോൺഗ്രസ് അതിനെതിരെ സമരം സംഘടിപ്പിച്ച പാർട്ടിയാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. കർഷക തൊഴിലാളിക്ക് പെൻഷനോ എന്ന് പുച്ഛിച്ചവരാണ്. അതിനെതിരെ കേരളം മുഴുവൻ സമരം നടത്തിയവരാണ് നിങ്ങൾ. 82-ൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നു, 5 കൊല്ലം ഭരിച്ചു. നിങ്ങൾ വേണമെങ്കിൽ ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ ഒരു 5 രൂപ കൂട്ടി 50 ആക്കായിരുന്നു. ഒരു പൈസ നിങ്ങൾ കൂട്ടിയിട്ടില്ല. പിന്നീട് വന്ന LDF ഗവൺമെന്റാണ് വീണ്ടും കൂട്ടിയത്. നിങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ക്രമാനുഗതം ഇടതുപക്ഷ ഭരണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവസാനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആദ്യം 400-ആയും പിന്നീട് 525-ആയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 525-ആയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ പെൻഷൻ 1400-ആണേ. ഇനി അടുത്ത മാസം മുതൽ അത് 1500 ആകാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതിലെ വെട്ടിക്കുറവിനെ കുറിച്ച് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കരുത്, നമ്മൾ വസ്തുതാപരമായി തന്നെ സംസാരിച്ചു പോകണം. ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലെ അപാകതകളെ കുറിച്ച് C&AG റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇരട്ട പെൻഷൻ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ കുറെ പേരുടെ പെൻഷൻ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് തോന്നുക. UDF ഗവൺമെന്റിന്റെ കാലത്ത് 2016-ൽ നിങ്ങൾ അധികാരം ഒഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ടായിരുന്നവർ 33.99 ലക്ഷം പേരാണ്. 34 എന്ന് റൗണ്ട് ചെയ്തോളൂ. ഇപ്പോ ഈ നവംബർ മാസത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ പെൻഷന് അർഹരായിട്ടുള്ളവരുടെ എണ്ണം 60.31 ലക്ഷമാണ്. അപ്പൊ ആളുകൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇനി നിങ്ങൾ 2016-ൽ അല്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കൺഫ്യൂഷൻ അങ്ങ് തീർത്തു പോവാൻ എനിക്ക് ഇനി സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. 2016-ൽ ഇവർ അധികാരം ഒഴിയുമ്പോൾ പ്രതിമാസം ക്ഷേമ പെൻഷന് വേണ്ടി ആകെ ഖജനാവിൽ നിന്ന് ചെലവായിരുന്ന തുക 272 കോടിയാണ് ഒരു മാസം. എന്നാൽ ഇപ്പോൾ 2020-ൽ പ്രതിമാസ പെൻഷന് വേണ്ടി ചെലവാകുന്ന തുക 710 കോടിയാണ്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ 272, ഇപ്പോൾ 710 കോടി. UDF ഗവൺമെന്റിന്റെ 5 കൊല്ലം നിങ്ങൾ ആകെ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തിരുന്നത് തുക ആകെ കൂട്ടിയാൽ 9311 കോടിയാണ്. ഞങ്ങൾ ഈ 4.5 കൊല്ലത്തിനിടയിൽ വിതരണം ചെയ്ത തുക 30,515 കോടിയാണ്. പിന്നെ നിങ്ങൾ അവസാനം 18 മാസം വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. ആ കുടിശ്ശിക കൊടുത്തു തീർത്തത് LDFന്റെ ഗവൺമെന്റാണ്. അത് 1473 കോടി രൂപ വരുമായിരുന്നു.
നയാ പൈസ കൊടുത്തിട്ടില്ല അവസാനത്തെ 18 മാസം. ഇതെല്ലാമാണ് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ നമ്മുടെ മുൻപിലുള്ള കണക്ക്. ഇത് ജനങ്ങളുടെ മുൻപാകെയുണ്ട്. ദയവായിട്ട് തെറ്റിദ്ധരിപ്പിക്കരുത്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും ചെയ്യരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വളരെ പറയട്ടെ ആ മാതിരി ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ രേഖകൾ ഞാനിവിടെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ആധികാരികമായ രേഖ അവതാരകന് നൽകും. നിങ്ങളും തെളിയിക്കുന്ന രേഖ നൽകേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത്. അതുകൂടി പറയട്ടെ. ഇടയ്ക്ക് കയറി അങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. കഴിഞ്ഞ ഒരു ചർച്ചയിൽ അങ്ങയുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്ന വലിയൊരു മുതിർന്ന നേതാവ് ഇതേ അവതാരകനോട് ഇപ്പൊ തരാന്നൊക്കെ പറഞ്ഞ ചില കാര്യം പറഞ്ഞിട്ട് അവസാനം തടിയൂരി രക്ഷപ്പെട്ട് ഓടിയതാണ് ഈ ചാനലിൽ. ഞാൻ അവതാരകനോട് ഈ സമയം എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. ഞാൻ അവതാരകനോട് ചോദിക്കുന്നു, ആ ചിത്രം അങ്ങേക്ക് കിട്ടിയിരുന്നോ? അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച ചിത്രം ശ്രീ സ്വരാജ് പിന്നെ അതൊരു ചർച്ചയായില്ലല്ലോ. വെറുതെ വേണ്ട ശരി ഞാനത് ഉന്നയിക്കുന്നില്ല. ഞാൻ പറയുന്നത് വെറുതെ എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. ആധികാരികമായി ഒരു കാര്യം പറയുമ്പോൾ കള്ളം ഒന്നും ആക്ഷേപിക്കരുത്. നിങ്ങൾ അടിസ്ഥാനരഹിതം പറഞ്ഞപ്പോൾ പോലും ഞാൻ കള്ളം ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് ഔദ്യോഗികമായ രേഖയാണ്, കണക്കാണ്. അതിന്റെ തെളിവുകൾ വേണമെന്ന് കോൺഗ്രസ് പ്രതിനിധി ആവശ്യപ്പെട്ട ഞാൻ തെളിവ് അവതാരകനും തരാം. കോൺഗ്രസ് പ്രതിനിധിക്ക് വേണമെങ്കിൽ അതിന്റെ ആധികാരികമായ വിവരം അവർക്കും ഞാൻ കൊടുക്കാം. ശ്രീ എ റഹീം, ശിവശങ്കറിനെ ചോദ്യം ചെയ്ത സമയത്ത് സർക്കാരും CPM പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥൻ ഒരു തെറ്റ് വരുത്തിയാൽ ചട്ടപ്രകാരമുള്ള നടപടിക്ക് വിധേയനാകണം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, അതിൽ തർക്കമില്ല. മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിലേക്കോ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ചാർത്തുന്നതിൽ കാര്യമില്ല. ഇവിടെ CM രവീന്ദ്രന് വ്യാഴാഴ്ച ഹാജരാകാൻ 3ാമത് ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. CM രവീന്ദ്രൻ EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ നേരത്തെ ശിവശങ്കറിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ വാദം നിലനിൽക്കുമോ, അതോ കുറെ കൂടി രാഷ്ട്രീയ ഉത്തരവാദിത്തം CPM-നും ഈ സർക്കാരിനും ഉണ്ടാകുമോ? ഇതിൽ ഇഡിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കും വ്യക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ചലിച്ചു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു. ഒരാളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുണ്ടെന്ന് അവർക്ക് പറയാലോ. അപ്പൊ ചോദ്യം ചെയ്യട്ടെ. ഒരാളെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ്, ചോദ്യം ചെയ്യാൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് അത് വലിയ വാർത്തയാക്കുകയും അത് വലിയ ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ക്ഷണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തു എന്ന നിഗമനത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാനാവുക? അപ്പൊ അദ്ദേഹം പറയട്ടെ, എന്താണ് അന്വേഷിക്കുന്നത്? അതാണ് ആർക്കും മനസ്സിലാക്കാത്തൊരു കാര്യം. ഇവിടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിധം തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി സ്വർണം കടത്തു നടത്തി. 21 തവണയിലധികം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി കടത്തി. ഡിപ്ലോമാറ്റിക് പാത്ത് അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തു. ആ കേസിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തതായി നമുക്കാർക്കും അറിയില്ല. കാരണം ഇത്രയും തവണ കടത്തിയെന്ന് NIA തന്നെ സ്ഥിരീകരിച്ചതാണ്. നിങ്ങൾ നേരത്തെ ഒരു സ്ഥിരീകരണത്തിന്റെ കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. NIA തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ കേസ് തന്നെ ഉണ്ടായത്. ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. നിങ്ങളൊരു മാധ്യമക്കാരും അതെന്താണെന്ന് ചോദിച്ചിട്ടുമില്ല. ഒരു ചർച്ചയും ഉയർന്നു വരുന്നുമില്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് കടത്തിയത്? അത് ഗുരുതരമായൊരു പ്രശ്നമാണല്ലോ. ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി കടത്തിയത് കൊണ്ടാണല്ലോ UAPA കേസ് നിൽക്കുന്നത്, ഇപ്പോഴും തുടരുന്നത്. അത് ഏതായി തീവ്രവാദ സംഘടന? എന്തിനാണ് ആ തീവ്രവാദ സംഘടനയെ രക്ഷിക്കുന്നത്? ആ തീവ്രവാദ സംഘടനകളെ രക്ഷിക്കുന്നത് ആര്? അന്വേഷണ ഏജൻസികൾ തീവ്രവാദ സംഘടനകളിലേക്ക് പോകാത്തത് കേന്ദ്ര സർക്കാരിലെ ഏതുന്നതന്റെ താല്പര്യപ്രകാരം? ഇതല്ലേ ഗുരുതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഞാൻ ഡൽഹിയിലെ എന്റെ ബന്ധവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി ഏതു കേസിൽ നിന്നും രക്ഷപ്പെടുത്താം എന്നതിലൊരു പ്രതി മറ്റു പ്രതികൾക്ക് വാഗ്ദാനം ചെയ്തതായി കസ്റ്റംസ് തന്നെ കോഫപ്പോസ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞ് നമ്മൾ കണ്ടു. അത് ഏതാണ് ആ ഉന്നതൻ? ഒരു ഉന്നതനാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് നഴ്സറി കുട്ടികൾക്ക് തന്നെ അറിയാം. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന കടുത്ത ദുരൂഹത ഞാൻ വളരെ അക്കമിട്ട് പറയാം. ഒന്ന്, ആരാണ് അയച്ചതിലേക്കോ അതിന്റെ ഇടനിലക്കാരായി നിന്ന ഗുരുതര സ്വഭാവമുള്ളവരിലേക്കോ പോകുന്നില്ല. കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഒരു തരത്തിലും സ്വീകരിക്കുന്നില്ല. 3, ഈ തീവ്രവാദ ശക്തികളെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരിലെ ചില ഉന്നതരും നിക്ഷിപ്ത താല്പര്യക്കാരും ചേർന്ന് എന്നതാണ് ഞങ്ങളുടെ വാദം. മലയാളികൾ യഥാർത്ഥത്തിൽ ഗൗരവ സ്വഭാവത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളാണ്. ഇവിടെ ഒരാളെ ED ചോദ്യം ചെയ്യാൻ എന്നാണ്. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ
ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ പോലെ റഹീം ചോദിക്കുന്ന ചോദ്യം ഈ സ്വർണം ആർക്കു വേണ്ടി കൊണ്ടുവന്നു, ആരാണ് ഇത് അയച്ചത്, അവരെ പൂർണ്ണമായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യം ഈ ചർച്ചയിൽ ഉയർന്നു നിൽക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിച്ചു വന്ന കേന്ദ്ര ഏജൻസികൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ പല കാര്യങ്ങളിലേക്കും ഈ അന്വേഷണം പോവുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ പശ്ചാത്തലം ഇപ്പോൾ വിവരിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അതായത് വിദേശ കറൻസി വിദേശത്തേക്ക് കടത്താൻ, സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ തന്നെ ഇതേ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഡോളർ കടത്തും, കള്ളപ്പണം വെളുപ്പിക്കലും കള്ളപ്പണം കടത്തലും ഇതിനകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ ശിവശങ്കർ IT സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന സാങ്കേതിക തെളിവുകൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം നടക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് CM രവീന്ദ്രൻ, അതാണ് എന്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചത്, CM രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമാകുമ്പോൾ CPM-ലെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ CM രവീന്ദ്രനുണ്ട്. അപ്പോൾ CM രവീന്ദ്രനെ ED അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് സാഹചര്യത്തിൽ, അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദം CPM-നുണ്ടോ? അല്ല, ED-യുടെ ഓരോ നീക്കവും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരുൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യരായ നിരവധി അഭിഭാഷകർ ഉൾപ്പെടെ വിവിധ സന്ദർഭങ്ങളിൽ കോടതിയും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. രാജ്യത്തിന്റെ ചരിത്രം അതാണ്. ഏതെങ്കിലും ഒരു കേസ്, ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന കേസ് തെളിയിക്കപ്പെടണമെന്നോ ശിക്ഷിക്കപ്പെടണമോ എന്ന ഒരു നിഷ്ഠയും അവർക്കില്ല, നിർബന്ധവും അവർക്കില്ല. പകരം രാഷ്ട്രീയ വിവാദങ്ങളുടെ തിരക്കഥാകൃത്തുക്കളായി മാറുന്ന സമീപനമാണ് ഈ സമീപകാല ചരിത്രമെടുത്താൽ ED-യുടെ ചരിത്രത്തിലുള്ളത്. അത് നമ്മുടെ അനുഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ED ഒരാളെ ചോദ്യം ചെയ്യാൻ ക്ഷണിക്കുന്നു, അതും തിരഞ്ഞെടുപ്പിന്റെ ദിവസം, തിരഞ്ഞെടുപ്പിന്റെ കാലത്ത്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ നാടകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെയും PG സുരേഷിന്റെയും മലയാളികളുടെയും പ്രധാനപ്പെട്ട സമയം ദയവ് ചെയ്ത് ഈ ഘട്ടത്തിൽ ഈ ചരിത്രമുള്ള ED ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കണ്ട് വെറുതെ ചിലവഴിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. എന്റെയും നവംബർ മാസം 4 എന്ന് വിചാരിച്ചാണ്. ശ്രീ M സ്വരാജ്, ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ ഘടകം നമുക്ക് കണക്കിലെടുത്തേ പറ്റൂ. പക്ഷേ അപ്പോഴും നാടാകെ ഈ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് സർക്കാരിന്റെ വിധിയെഴുത്താകുമെന്ന് LDF, അങ്ങനെയല്ല ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അതിനപ്പുറത്തുമായി സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളുമായി പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ ഒക്കെ നിൽക്കുന്നൊരു പരിസരമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 ദിവസങ്ങളായി ബൂത്തിലെത്തുമ്പോൾ എന്തോർക്കുമെന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താകുമെന്നാണ് LDF ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുന്നത്? ഇവിടെ ബഹുമാന്യായ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിലെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അവസാനം പറഞ്ഞത് വളരെ അത്ഭുതകരമായ വിധത്തിൽ അസംബന്ധം അനർഗളമായിട്ട് അവർ സംസാരിക്കുകയാണ്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. മറുപടി പോലും അർഹിക്കാത്ത വിമർശനങ്ങളും യാതൊരു അതിരുമില്ലാത്ത അവകാശവാദവുമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും അവർക്ക് ബോധ്യമാകും എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പും കൊല്ലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ കണ്ടതാണല്ലോ അതിൻ്റെ ഫലം. താങ്കളുടെ ചോദ്യത്തിന് മാത്രം ഞാൻ പ്രതികരിക്കാം. അതിൽ ഞാൻ നേരിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ്, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡരികിലുള്ള ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നതിനിടയിൽ ചായക്കടക്കാരനായ നാട്ടുമ്പുറത്തുകാരനോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുശലാന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ആ നാട്ടുമ്പുറത്തുകാരൻ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ: പട്ടിണി കിട്ടില്ലല്ലോ സാറേ എന്ന്. കൊറോണ കൊണ്ട് ലോകം മുഴുവൻ തകർന്നടിയുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ സർക്കാർ ഞങ്ങളെ പട്ടിണി കിട്ടില്ലല്ലോ എന്നാണ് അത്രേ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, 1400 രൂപയാണ് സാറേ ഇപ്പോൾ പെൻഷൻ. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ കുടിശ്ശികയില്ല. ഇതാണ് ഒരു നാട്ടുപുറത്തെ സാധാരണക്കാരൻ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ടൊരു പ്രതികരണമല്ല. ഇപ്പോൾ പെൻഷനെക്കുറിച്ച് എന്തോ കോൺഗ്രസ് വക്താവ് പറയാൻ ശ്രമിച്ചു. അവർക്ക് പറയാനുള്ള സാവകാശവും സമയവും ദയവായി അവതാരകൻ കൊടുക്കണം. എന്നിട്ട് ആ പെൻഷനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കുകയും വേണം ഈ ചർച്ചയിൽ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറയുന്നത്, ഈ 4.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ NDA ഗവൺമെന്റിന്റെ ഭരണം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അവിടുത്തെ ഭരണം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം സ്വാഭാവികമായും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും
ജനങ്ങൾ ചർച്ച ചെയ്യും, ജനങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടും. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്തെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നതെന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയും ഒരു ഘടകമായി മാറും. ഇതെല്ലാം ഘടകമായി മാറുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം പരിശോധിച്ച് തന്നെയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസവും നല്ല ശുഭപ്രതീക്ഷയുമാണുള്ളത്. ഈ കേരളത്തിൽ ജീവിക്കുന്ന സ്ഥിരബുദ്ധിയുള്ള ഏതൊരാളും ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഞാൻ എതിർക്കുന്നവരെ സ്ഥിരബുദ്ധിയില്ല എന്ന് ആക്ഷേപിച്ചല്ല, രാഷ്ട്രീയ കാരണം കൊണ്ട് എതിർക്കാം. രാഷ്ട്രീയ കാരണം കൊണ്ട് എതിർക്കുന്നവരുണ്ടാവും, അതിനെ ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ഗുണം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ശ്രീ PC ജോർജ്, ഇപ്പോൾ ശ്രീ സ്വരാജ് പറഞ്ഞു നിർത്തിയ സ്ഥിരബുദ്ധിയുള്ളവർക്ക് എടുക്കാൻ ഒരു തീരുമാനമേ ഉള്ളൂ. രാഷ്ട്രീയമായി അതിന്റെ മറുവശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഏത് തരത്തിൽ? തീർച്ചയായും ഞാൻ കരുതുന്നത് മറ്റ് 2 അതിഥികളും പറഞ്ഞതിനോടുകൂടി പ്രതികരിച്ചങ്ങ് പോകാമെന്ന് കരുതുന്നു. ബഹുമാന്യനായ ജനപക്ഷത്തിൻ്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അങ്ങ് ഒന്നായാൽ പോരെ എന്നുള്ളത്. അത്തരത്തിലുള്ള വിമർശനം സാധാരണ BJP ഭാഗത്തു നിന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അദ്ദേഹം വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെല്ലാം പകലുപോലെ കേരളത്തിലും ഇന്ത്യയിലും വ്യക്തമായിട്ടുള്ളതാണ്. അത് വിശദീകരിച്ച് ഞാനിപ്പോൾ ഇവിടെ സമയം കളയുന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സിവിൽ സർവീസ് ഓഫീസറുടെ പേരിലുള്ള ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറിമാരൊക്കെ ഒരുപാട് ഇതിനു മുൻപും ആരോപണ വിധേയരായിട്ടുണ്ട്. ചിലരുടെ പേരിൽ കേസ് വന്നിട്ടുണ്ട്, ചിലർ രാജിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. തെറ്റായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുക എന്നതാണ് നമ്മുടെ രാജ്യം ഇതിനു മുൻപ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗം. അതിന്റെ പേരിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും മറുപടി പറയേണ്ട സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാനത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പിന്നെ ഇപ്പൊ മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ആളാണെന്നും പറഞ്ഞു. അപ്പോൾ അടുപ്പമുള്ള ആളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയണോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കട്ടെ. അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം കണ്ടെത്തുകയോ തെളിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോളൂ. അതിനു മുൻപ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വിധി കൽപ്പിക്കാൻ നമുക്ക് അധികാരമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞതിനോട് പറയുന്നില്ല. ഇവിടെ BJP പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയോടും നന്ദി പറയണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ സൗജന്യ കിറ്റ് നൽകുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ആ നിധിയിലേക്ക് 1 രൂപ പോലും കൊടുക്കരുതെന്നാണ് UDFന്റെ ഒരു MLAയും ഒരു MPയും പരസ്യമായി ആഹ്വാനം ചെയ്തത്. അത് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും സഹായത്തോടു കൂടിയല്ല. ആ നന്ദി പ്രകടിപ്പിക്കേണ്ടിടത്ത് തന്നെ ജനം പ്രകടിപ്പിക്കും എന്ന കാര്യം മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് നന്ദി പ്രകടിപ്പിക്കണമെങ്കിൽ ഇന്നലെ ഇപ്പോൾ പാചകവാതകത്തിന് 50 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ കൂട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സബ്സിഡിയുള്ള സിലിണ്ടറുകൾക്ക് 50 രൂപ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണോ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? പെട്രോളിനും ഡീസലിനും വില അടിക്കടി വർദ്ധിപ്പിക്കുന്നതിനാണോ? ഇതൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. പ്രളയകാലത്ത് നമുക്ക് അരി തന്നു, അരിയുടെ കാശാ ചോദിച്ചത് ഇല്ലേ? ആ സമയത്ത് നമുക്ക് കിട്ടാൻ ഇടയുള്ള സഹായങ്ങൾ തടഞ്ഞതും ഇതേ കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ അതിനൊക്കെ കണക്ക് തീർക്കുന്നതായി കൂടി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇനിയിപ്പോ ഞാൻ ആ കാര്യത്തിൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ബഹുമാനിയായ കോൺഗ്രസ് നേതാവ്, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്തോ തെറ്റായിട്ട് അത് ധരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ജനപക്ഷത്തിന്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ നിങ്ങളെ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു പ്രയോഗം എന്ന രൂപത്തിൽ പറഞ്ഞാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രാഷ്ട്രീയമായ വിയോജിപ്പുകൾ കൊണ്ട് എതിർപ്പുള്ളവരുണ്ടാവാം. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിമർശനമായിട്ടോ ആക്ഷേപമായിട്ടോ ദയവായിട്ട് കണക്കാക്കരുത്. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ കള്ളം, പച്ചക്കള്ളം, നുണ തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അടിസ്ഥാനരഹിതവുമാണ്. ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച് മാത്രം 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ എന്നെ ദയവായിട്ട് അനുവദിക്കണം. അതിൽ ഒരു കാര്യം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ ദയവായിട്ടൊന്ന് പരിശോധിക്കണം. ആ പ്രകടന പത്രികയിൽ വയോജന ക്ഷേമത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കും എന്നായിരുന്നു. ഇപ്പോൾ എത്രയാണ് പെൻഷൻ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്.
ഈ പെൻഷനുകളുടെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഞാൻ വളരെ വേഗം പറഞ്ഞു പോകാം. 980 കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി ആരംഭിച്ചത്. 45 രൂപയായിരുന്നു 80 നായനാർ ഗവൺമെന്റ്. അന്ന് ഞാൻ ഇത് പറയാൻ കാരണം അന്ന് കോൺഗ്രസ് അതിനെതിരെ സമരം സംഘടിപ്പിച്ച പാർട്ടിയാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. കർഷക തൊഴിലാളിക്ക് പെൻഷനോ എന്ന് പുച്ഛിച്ചവരാണ്. അതിനെതിരെ കേരളം മുഴുവൻ സമരം നടത്തിയവരാണ് നിങ്ങൾ. 82 നിങ്ങളുടെ ഗവൺമെന്റ് വന്നു, 5 കൊല്ലം ഭരിച്ചു. നിങ്ങൾ വേണമെങ്കിൽ ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ ഒരു 5 രൂപ കൂട്ടി 50 ആക്കായിരുന്നു. ഒരു പൈസ നിങ്ങൾ കൂട്ടിയിട്ടില്ല. പിന്നീട് വന്ന LDF ഗവൺമെന്റാണ് വീണ്ടും കൂട്ടിയത്. നിങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ക്രമാനുഗതം ഇടതുപക്ഷ ഭരണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവസാനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആദ്യം 400 ആയും പിന്നീട് 525 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 525 വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ പെൻഷൻ 1400 ഇനി അടുത്ത മാസം മുതൽ അത് 1500 ആകാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതിലെ വെട്ടിക്കുറവിനെ കുറിച്ച് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കരുത്, നമ്മൾ വസ്തുതാപരമായി തന്നെ സംസാരിച്ചു പോകണം. ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലെ അപാകതകളെ കുറിച്ച് C&AG റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇരട്ട പെൻഷൻ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ കുറെ പേരുടെ പെൻഷൻ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് തോന്നുക. UDF ഗവൺമെന്റിന്റെ കാലത്ത് 2016 നിങ്ങൾ അധികാരം ഒഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ടായിരുന്നവർ 33.99 ലക്ഷം പേരാണ്. 34 എന്ന് റൗണ്ട് ചെയ്തോളൂ. ഇപ്പോ ഈ നവംബർ മാസത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ പെൻഷന് അർഹരായിട്ടുള്ളവരുടെ എണ്ണം 60.31 ലക്ഷമാണ്. അപ്പൊ ആളുകൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇനി നിങ്ങൾ 2016 അല്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കൺഫ്യൂഷൻ അങ്ങ് തീർത്തു പോവാൻ എനിക്ക് ഇനി സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. 2016 ഇവർ അധികാരം ഒഴിയുമ്പോൾ പ്രതിമാസം ക്ഷേമ പെൻഷന് വേണ്ടി ആകെ ഖജനാവിൽ നിന്ന് ചെലവായിരുന്ന തുക 272 കോടിയാണ് ഒരു മാസം. എന്നാൽ ഇപ്പോ 2020 പ്രതിമാസ പെൻഷന് വേണ്ടി ചെലവാകുന്ന തുക 710 കോടിയാണ്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ 272, ഇപ്പോ 710 കോടി. UDF ഗവൺമെന്റിന്റെ 5 കൊല്ലം നിങ്ങൾ ആകെ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തിരുന്നത് തുക ആകെ കൂട്ടിയാൽ 9311 കോടിയാണ്. ഞങ്ങൾ ഈ 4.5 കൊല്ലത്തിനിടയിൽ വിതരണം ചെയ്ത തുക 30,515 കോടിയാണ്. പിന്നെ നിങ്ങൾ അവസാനം 18 മാസം വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. ആ കുടിശ്ശിക കൊടുത്തു തീർത്തത് LDFന്റെ ഗവൺമെന്റാണ്. അത് 1473 കോടി രൂപ വരുമായിരുന്നു. തയാ പൈസ കൊടുത്തിട്ടില്ല അവസാനത്തെ 18 മാസം. ഇതെല്ലാമാണ് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ നമ്മുടെ മുൻപിലുള്ള കണക്ക്. ഇത് ജനങ്ങളുടെ മുൻപാകെയുണ്ട്. ദയവായിട്ട് തെറ്റിദ്ധരിപ്പിക്കരുത്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും ചെയ്യരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വളരെ പറയട്ടെ ആ മാതിരി ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ രേഖകൾ ഞാനിവിടെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ആധികാരികമായ രേഖ അവതാരകന് നൽകും. നിങ്ങളും തെളിയിക്കുന്ന രേഖ നൽകേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത്. അതുകൂടി പറയട്ടെ. ഇടയ്ക്ക് കയറി അങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ. കഴിഞ്ഞ ഒരു ചർച്ചയിൽ അങ്ങയുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്ന വലിയൊരു മുതിർന്ന നേതാവ് ഇതേ അവതാരകനോട് ഇപ്പൊ തരാന്നൊക്കെ പറഞ്ഞ് ചില കാര്യം പറഞ്ഞിട്ട് അവസാനം തടിയൂരി രക്ഷപ്പെട്ട് ഓടിയതാണ് ഈ ചാനലിൽ. ഞാൻ അവതാരകനോട് ഈ സമയം എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. ഞാൻ അവതാരകനോട് ചോദിക്കുന്നു, ആ ചിത്രം അങ്ങേക്ക് കിട്ടിയിരുന്നോ? അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച ചിത്രം ശ്രീ സ്വരാജ് പിന്നെ അതൊരു ചർച്ചയായില്ലല്ലോ. വെറുതെ വേണ്ട ശരി ഞാനത് ഉന്നയിക്കുന്നില്ല. ഞാൻ പറയുന്നത് വെറുതെ എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. ആധികാരികമായി ഒരു കാര്യം പറയുമ്പോൾ കള്ളെന്നൊന്നും ആക്ഷേപിക്കരുത്. നിങ്ങൾ അടിസ്ഥാനരഹിതം പറഞ്ഞപ്പോൾ പോലും ഞാൻ കള്ളെന്ന് ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് ഔദ്യോഗികമായ രേഖയാണ്, കണക്കാണ്. അതിന്റെ തെളിവുകൾ വേണമെന്ന് കോൺഗ്രസ് പ്രതിനിധി ആവശ്യപ്പെട്ട ഞാൻ തെളിവ് അവതാരകനും തരാം. കോൺഗ്രസ് പ്രതിനിധിക്ക് വേണമെങ്കിൽ അതിന്റെ ആധികാരികമായ വിവരം അവർക്കും ഞാൻ കൊടുക്കാം. ശ്രീ A. റഹീം, ശിവശങ്കറിനെ ചോദ്യം ചെയ്ത സമയത്ത് സർക്കാരും CPM പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥൻ ഒരു തെറ്റ് വരുത്തിയാൽ ചട്ടപ്രകാരമുള്ള നടപടിക്ക് വിധേയനാകണം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, അതിൽ തർക്കമില്ല. മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിലേക്കോ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ചാർത്തുന്നതിൽ കാര്യമില്ല. ഇവിടെ CM രവീന്ദ്രന് വ്യാഴാഴ്ച ഹാജരാകാൻ 3ാമത് ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. CM രവീന്ദ്രൻ EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ നേരത്തെ ശിവശങ്കറിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ വാദം നിലനിൽക്കുമോ, അതോ കുറെ കൂടി രാഷ്ട്രീയ ഉത്തരവാദിത്തം CPM-നും ഈ സർക്കാരിനും ഉണ്ടാകുമോ? ഇതിൽ ഇഡിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കും വ്യക്തമായ രാഷ്ട്രീയത്തുണ്ട്. രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ചലിച്ചു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു. ഒരാളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുണ്ടെന്ന് അവർക്ക് പറയാലോ. അപ്പൊ ചോദ്യം ചെയ്യട്ടെ. ഒരാളെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞ്
അത് വലിയ വാർത്തയാക്കുകയും അത് വലിയ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ക്ഷണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തു എന്ന നിഗമനത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാനാവുക? അപ്പൊ അദ്ദേഹം വരട്ടെ, എന്താണ് അന്വേഷിക്കുന്നത്? അതാണ് ആർക്കും മനസ്സിലാക്കാത്തൊരു കാര്യം. ഇവിടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിധം തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി സ്വർണം കടത്തു നടത്തി. 21 തവണയിലധികം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി കടത്തി. ഡിപ്ലോമാറ്റിക് പാത്ത് അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തു. ആ കേസിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തതായി നമുക്കാർക്കും അറിയില്ല. കാരണം ഇത്രയും തവണ കടത്തിയെന്ന് NIA തന്നെ സ്ഥിരീകരിച്ചതാണ്. നിങ്ങൾ നേരത്തെ ഒരു സ്ഥിരീകരണത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടായിരുന്നു. NIA തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ കേസ് തന്നെ ഉണ്ടായത്. ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. നിങ്ങളൊരു മാധ്യമക്കാരും അതെന്താണെന്ന് ചോദിച്ചിട്ടുമില്ല. ഒരു ചർച്ചയും ഉയർന്നു വരുന്നുമില്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് കടത്തിയത്? അത് ഗുരുതരമായൊരു പ്രശ്നമാണല്ലോ. ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി കടത്തിയത് കൊണ്ടാണല്ലോ UAPA കേസ് നിൽക്കുന്നത്, ഇപ്പോഴും തുടരുന്നത്. അത് ഏതായി തീവ്രവാദ സംഘടന? എന്തിനാണ് ആ തീവ്രവാദ സംഘടനയെ രക്ഷിക്കുന്നത്? ആ തീവ്രവാദ സംഘടനകളെ രക്ഷിക്കുന്നത് ആര്? അന്വേഷണ ഏജൻസികൾ തീവ്രവാദ സംഘടനകളിലേക്ക് പോകാത്തത് കേന്ദ്ര സർക്കാരിലെ ഏത് ഉന്നതന്റെ താല്പര്യപ്രകാരം? ഇതല്ലേ ഗുരുതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഞാൻ ഡൽഹിയിലെ എന്റെ ബന്ധവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി ഏതു കേസിൽ നിന്നും രക്ഷപ്പെടുത്താം എന്നതിലൊരു പ്രതി മറ്റു പ്രതികൾക്ക് വാഗ്ദാനം ചെയ്തതായി കസ്റ്റംസ് തന്നെ കോഫപ്പോസ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞ് നമ്മൾ കണ്ടു. അത് ഏതാണ് ആ ഉന്നതൻ? ഒരു ഉന്നതനാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല 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 എന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് നഴ്സറി കുട്ടികൾക്ക് തന്നെ അറിയാം. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന കടുത്ത ദുരൂഹത ഞാൻ വളരെ അക്കമിട്ട് പറയാം. ഒന്ന്, ആരാണ് അയച്ചതിലേക്കോ അതിന്റെ ഇടനിലക്കാരായി നിന്ന ഗുരുതര സ്വഭാവമുള്ളവരിലേക്കോ പോകുന്നില്ല. കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഒരു തരത്തിലും സ്വീകരിക്കുന്നില്ല. 3, ഈ തീവ്രവാദ ശക്തികളെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരിലെ ചില ഉന്നതരും നിക്ഷിപ്ത താല്പര്യക്കാരും ചേർന്ന് എന്നതാണ് ഞങ്ങളുടെ വാദം. മലയാളികൾ യഥാർത്ഥത്തിൽ ഗൗരവ സ്വഭാവത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളാണ്. ഇവിടെ ഒരാളെ ചോദ്യം ചെയ്യാൻ ക്ഷണിച്ചോട്ടെ. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ പോലെ റഹീം ചോദിക്കുന്ന ചോദ്യം, ഈ സ്വർണം ആർക്കു വേണ്ടി കൊണ്ടുവന്നു, ആരാണിത് അയച്ചത്, അവരെ പൂർണ്ണമായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യം ഈ ചർച്ചയിൽ ഉയർന്നു നിൽക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിച്ചു വന്ന കേന്ദ്ര ഏജൻസികൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ പല കാര്യങ്ങളിലേക്കും ഈ അന്വേഷണം പോവുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ പശ്ചാത്തലം ഇപ്പോൾ വിവരിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അതായത് വിദേശ കറൻസി വിദേശത്തേക്ക് കടത്താൻ, സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ തന്നെ ഇതേ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഡോളർ കടത്തും, കള്ളപ്പണം വെളുപ്പിക്കലും കള്ളപ്പണം കടത്തലും ഇതിനകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ ശിവശങ്കർ IT സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന സാങ്കേതിക തെളിവുകൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് CM രവീന്ദ്രൻ, അതാണ് എന്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചത്, CM രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമാകുമ്പോൾ CPM-ലെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ CM രവീന്ദ്രനുണ്ട്. അപ്പോൾ CM രവീന്ദ്രനെ ED അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് സാഹചര്യത്തിൽ? അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദം CPM-നുണ്ടോ? അല്ല, EDയുടെ ഓരോ നീക്കവും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരുൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യരായ നിരവധി അഭിഭാഷകർ ഉൾപ്പെടെ വിവിധ സന്ദർഭങ്ങളിൽ കോടതിയും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. രാജ്യത്തിന്റെ ചരിത്രം അതാണ്. ഏതെങ്കിലും ഒരു കേസ്, ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന കേസ് തെളിയിക്കപ്പെടണമെന്നോ ശിക്ഷിക്കപ്പെടണമോ എന്ന ഒരു നിഷ്ഠയും അവർക്കില്ല, നിർബന്ധവും അവർക്കില്ല. പകരം രാഷ്ട്രീയ വിവാദങ്ങളുടെ തിരക്കഥാകൃത്തുക്കളായി മാറുന്ന സമീപനമാണ് ഈ സമീപകാല ചരിത്രമെടുത്താൽ EDയുടെ ചരിത്രത്തിലുള്ളത്. അത് നമ്മുടെ അനുഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ED ഒരാളെ ചോദ്യം ചെയ്യാൻ ക്ഷണിക്കുന്നു, അതും തിരഞ്ഞെടുപ്പിന്റെ ദിവസം, തിരഞ്ഞെടുപ്പിന്റെ കാലത്ത്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ നാടകമാണ്. അതുകൊണ്ട്